ഹലോ, അസ്സാം വലൈക്കും. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ചൈന ടാബ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് പാസ്വേഡ് മറന്നുപോയാൽ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്താണ്ട് എടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ കാണിക്കാം. ഇതാണ് IKA801. എല്ലാ മോഡലിലും ഒരുപോലെ അല്ല, ഈ മോഡലിൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് പവർ ഓഫ് ചെയ്യുക. പവർ ഓഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഇങ്ങനെ ഒരു ടിക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ചിലപ്പോൾ എല്ലാ ടാബിലും ഇത് ടിക്ക് ഇട്ട് വെച്ചാണ്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഈ ടിക്ക് പ്രത്യേകം ക്യാൻസൽ ചെയ്യണം, എന്നാലാണ് നമുക്ക് റിക്കവറി ഓപ്ഷനിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് ശേഷം ഓക്കെ അടിക്കുക. ഇപ്പോൾ ഇത് പവർ ഓഫായി. അതിനുശേഷം നമ്മൾ വോളിയം പ്ലസ് ബട്ടണ് ആൻഡ് പവർ ബട്ടണ് ഓപ്പൺ ചെയ്യാം. പ്രസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഓക്കെ, ഇത് ഓണായി. ഇനി നമുക്ക് കൈ രണ്ട് ഇതുമൊന്ന് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ വന്നു. ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ സാംസങ് ഫോർമാറ്റ് ചെയ്ത് പരിചയമില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ബാക്കി പറയുന്നത്. ഇത് വന്ന് താഴോട്ട് നീക്കുക. ഈ വൈപ്പ് ഡാറ്റ എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ പവർ ബട്ടൺ അമർത്തുക, ഒറ്റ പ്രസ് ചെയ്യൽ. അപ്പോൾ ഓപ്ഷൻ വീണ്ടും മാറി. ഇതിലിങ്ങനെ നോ 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 എന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് താഴോട്ട് ഇങ്ങനെ പോട്ടെ, വീണ്ടും പോട്ടെ. ഒന്നും മാറുന്നില്ല എന്ന് തോന്നിക്കും, പക്ഷേ ഇത് മാറുന്നുണ്ട്. ഈ ഡിലീറ്റ് ഓൾ യൂസർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഈ പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഫോർമാറ്റായി. ഇത് പിന്നെ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് റീസെറ്റ് ചെയ്യണമെന്ന രീതി. ഇനി ബാക്കി ഞാൻ ഇനി പറയണമെന്നില്ല, ഒന്നാമത് ഇവിടെ നേരല്ല. ഓക്കെ, ഇതോടുകൂടി തന്നെ ഫോർമാറ്റ് ആയിട്ടുണ്ടാവും. ബാക്കി ഞാൻ ചെയ്യണില്ല, കാരണം എന്താ വെച്ചാൽ ഇതിലത്തെ ഡാറ്റകളൊന്നും ലോസ് ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, അതുകൊണ്ടാണ്.